നമസ്കാരം. 10,000-ൽ ഒരാൾക്ക് പിടിപെടുന്ന അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഇതുവരെ 3 പേരാണ് മരണമടഞ്ഞത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറോക്ക് സ്വദേശി മൃദുൽ എന്ന 14-കാരനാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. കഴിഞ്ഞ 16-ന് ഫറൂഖ് കോളേജിന് സമീപം അച്ചൻകുളത്തിലായിരുന്നു മൃദുൽ കുളിച്ചത്. കുട്ടിക്ക് അണുബാധ ഉണ്ടായതിനാൽ കുളം നഗരസഭ അധികൃതർ അടപ്പിച്ചിരുന്നു. കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബു ധന്യ ദമ്പതികളുടെ മകൾ 13-കാരി വി ദക്ഷിണ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ 12-നാണ് മരിച്ചത്. ജനുവരിയിൽ സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. ഇതാണ് രോഗബാധയ്ക്ക് കാരണമായതെന്നാണ് സംശയിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മെയ് 20-നാണ് മലപ്പുറം മുന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറെ പീടിയേക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ മകൾ 5 വയസ്സുകാരി ഫദ്വ മരിച്ചത്. വീടിനടുത്തുള്ള കടലുണ്ടിപ്പുഴയിലെ പാറക്കൽ കടവിൽ കുളിച്ച ഫദ്വയ്ക്ക് പനിയും തലവേദനയും പിടിപെടുകയായിരുന്നു. ഒരാഴ്ചത്തെ ചികിത്സയ്ക്കൊടുവിൽ ഫദ്വ മരണത്തിന് കീഴടങ്ങി. തലച്ചോറ് തിന്നുന്ന അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേരിയ ഫൗലറിയാണ് ഈ രോഗത്തിന് പിന്നിൽ. ആഴം കുറഞ്ഞ ഉഷ്ണശുദ്ധ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അമീബയാണ് നെഗ്ലേരിയ ഫൗലറി. തടാകങ്ങൾ, പുഴകൾ, നീരുറവകൾ, അരുവികൾ എന്നിവയിലൊക്കെ ഇവയുണ്ടാകും. അപൂർവമായി വൃത്തി കുറഞ്ഞ നീന്തൽക്കുളങ്ങളിലും കാണാറുണ്ട്. ഏകകോശജീവിയായ നെഗ്ലേരിയ ഫൗലറിക്ക് പറ്റിപ്പിടിച്ച് വളരാൻ ഹോസ്റ്റിന്റെ ആവശ്യമില്ല. വെള്ളത്തിന് ചൂട് കൂടുന്ന സമയങ്ങളിലാണ് ഇവ സജീവമാകുന്നത്. 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ള ഇടങ്ങളിൽ ഇവ നന്നായി വളരും. ഉപ്പുരസമുള്ളിടത്ത് നെഗ്ലേരിയ ഫൗലറിക്ക് നിലനിൽക്കാനാവില്ല. വലിപ്പം തീരെയില്ലാത്തതിനാൽ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഇവയെ കാണാനാകൂ. കേന്ദ്രനാഡി വ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന അത്യന്തം മാരകമായ അവസ്ഥയാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. നെഗ്ലേരിയ ഫൗലറി തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് രോഗാവസ്ഥ ഉണ്ടാകുന്നത്. തലച്ചോറിൽ വീക്കമുണ്ടാകുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. ആർക്കു വേണമെങ്കിലും രോഗം വരാം. പക്ഷേ പ്രതിരോധശേഷി കുറഞ്ഞവർ, തുടർച്ചയായി മൂക്കിലും സൈനസ് ഗ്രന്ഥിയിലും അണുബാധ ഉണ്ടാകാറുള്ളവർ, ഉഷ്ണജലാശയങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്കിടയിൽ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. 2 രീതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കാണപ്പെടാമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെനിൻഗോ എൻസെഫലൈറ്റിസ്, പതിയെ മാത്രം രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് എൻസെഫലൈറ്റിസ് എന്നിവയാണവ. 95% മുതൽ 100% വരെയാണ് മരണനിരക്ക്. സാധാരണഗതിയിൽ അണുബാധയുണ്ടായി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കടുത്ത പനി, ശക്തമായ തലവേദന, മനം പുരട്ടലും ഛർദിയും വിറയൽ എന്നിവയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. തുടർന്ന് സ്റ്റിഫ് നെക്ക് അഥവാ കഴുത്തിന് വരിഞ്ഞു മുറുകുന്ന അവസ്ഥ മുതൽ വെളിച്ചത്തോടുള്ള പേടി, ആശയക്കുഴപ്പം, മതിഭ്രമം, കോമ എന്നിവ വരെ എത്തും ലക്ഷണങ്ങൾ. കടുത്ത ലക്ഷണങ്ങളിലേക്ക് എത്തിയാൽ 5 ദിവസത്തിനകം മരണം സംഭവിക്കാമെന്ന് US ആരോഗ്യ ഏജൻസികൾ പറയുന്നു. ഉഷ്ണജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലൂടെയാണ് രോഗവാഹിയായ അമീബ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. നീന്തൽ, ഡൈവിംഗ് തുടങ്ങിയ ജലകായിക വിനോദങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ അമീബ വെള്ളത്തിലുള്ള പക്ഷം അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. നെഗ്ലേറിയ ഫൗലറി അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുകയോ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുകയോ ചെയ്താലും മൂക്കിലൂടെ ഇവ ഉള്ളിലെത്തും. വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി ഞരമ്പ് വഴിയാണ് അമീബ മൂക്കിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നത്. ഇതോടെ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് പിടിപെടും. ലക്ഷണങ്ങൾ ഉറപ്പിച്ചാൽ നട്ടെല്ലിൽ നിന്ന് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിക്കുകയാണ് പ്രധാന നടപടി. ഈ സാമ്പിളിൽ അമീബ കോശങ്ങളുടെ സാന്നിധ്യം, ഗ്ലൂക്കോസ് ലെവൽ, പലതരം പ്രോട്ടീനുകളുടെയും ശ്വേതരക്താണുക്കളുടെയും തോത് എന്നിവയാണ് പരിശോധിക്കുന്നത്. രോഗമുറപ്പിച്ചാൽ ആന്റിഫംഗൽ ആംഫോടെറീസിൻ B മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നൽകും. തലച്ചോറിലെ വീക്കം കുറയ്ക്കാൻ ശരീര താപനില കുറച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ്. അണുബാധ എത്രയും നേരത്തെ തിരിച്ചറിയുകയാണ് ചികിത്സ ഫലപ്രദമാകാൻ വേണ്ട പ്രാഥമിക ഘടകം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഗുരുതരമായാൽ 97% വരെയാണ് മരണനിരക്ക്. 1965-ൽ ഓസ്ട്രേലിയയിലാണ് നെഗ്ലേരിയ ഫൗലറിയെ കണ്ടെത്തിയത്. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളിൽ ഈ അമീബയുടെ സാന്നിധ്യമുണ്ട്. 2015 വരെ ഇന്ത്യയിൽ 16 പേർക്ക് മാത്രമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അണുബാധയുടെ തോത് തീരെ കുറവാണ് എന്നത് മാത്രമാണ് ആശ്വാസം. 2009-നും 2018-നും ഇടയിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് 34 കേസുകൾ മാത്രം. എന്നാൽ അവിടെ 1962-നും 2021-നും ഇടയിൽ രോഗം ബാധിച്ച 154 പേരിൽ 4 പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. സംസ്ഥാനത്ത് അടിക്കടിയുണ്ടാകുന്ന മരണത്തെ തുടർന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുത്. സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണം. കുട്ടികളെയാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നതായി കാണുന്നത്. അതിനാൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. സ്വിമ്മിംഗ് നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതും രോഗം ബാധിക്കാതിരിക്കാൻ സഹായകമാകും. ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഉഷ്ണജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രതിരോധം.
ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിക്കണം. മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. കൂട്ടത്തോടെ ആളുകൾ പങ്കെടുക്കുന്ന മതചടങ്ങുകളിലും മറ്റും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ഇവയൊക്കെയാണ് പ്രധാന ജാഗ്രതാ നിർദ്ദേശങ്ങൾ. വാർത്തയുടെ നിറം തേടി തനി നിറം.